നമസ്കാരം, ഞാൻ അദ്വൈത്. പ്രധാന വാർത്തകൾ. ഭക്ഷ്യവിഷബാധ പരിശോധനകൾക്ക് ഏകോപനമില്ല, കുറ്റക്കാർക്കെതിരെ നടപടിയുമില്ലെന്ന് ആക്ഷേപം. MC റോഡിൽ SH മൗണ്ടിന് സമീപം ചൂട്ടുവേലി ജംഗ്ഷനിൽ റോഡിൽ വലിയ കുഴി, നടപടിയില്ല. BJPയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ വെച്ചു. പാലാ റിവർവ്യൂ റോഡ് പണി നിലച്ചു, ബജറ്റിൽ തുക വകയിരുത്തിയെങ്കിലും തുടർ നടപടിയില്ല. കോട്ടയം ജില്ലയിൽ പനി പടരുന്നു, സർക്കാർ ആശുപത്രികളിൽ പനി ക്ലിനിക്കുകൾ തുടങ്ങി. വാർത്തകൾ വിശദമായി. ഭക്ഷ്യവിഷബാധയെ തുടർന്നും നിലവാരമില്ലാത്ത ഭക്ഷണത്തെക്കുറിച്ചുമുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലും നടക്കുന്ന പരിശോധനകൾക്ക് ഏകോപനമില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു. അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം പരിശോധന നടത്തുന്ന സാഹചര്യത്തിന് മാറ്റമുണ്ടാകണമെന്ന ആവശ്യം ഉയരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വേണ്ടത്ര ജീവനക്കാരില്ലാത്തതും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും കൃത്യമായ പരിശോധനകളും തുടർ പരിശോധനകളും നടക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു. ഭക്ഷണശാലകളിൽ 3 വകുപ്പുകൾക്കാണ് പരിശോധന നടത്താവുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങളിലെ ആരോഗ്യ വിഭാഗം, ആരോഗ്യ വകുപ്പ് എന്നിവയ്ക്കാണ് പരിശോധന നടത്താൻ അധികാരമുള്ളത്. നിലവിൽ ഭക്ഷ്യവിഷബാധയേറ്റ ആൾക്ക് നിയമപരമായി ലഭിക്കേണ്ട ഒരു പരിരക്ഷയും ലഭിക്കാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. ഭക്ഷ്യവിഷബാധയുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മാത്രം ഭക്ഷണശാലകളിൽ നടത്തുന്ന പരിശോധനകൾ അത്യാഹിതമുണ്ടാകുമ്പോൾ മാത്രമായി ചുരുങ്ങുകയാണ്. തുടർ പരിശോധനകളോ നടപടികളോ ഉണ്ടാകാറുമില്ല. വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയാൽ നിശ്ചിത ദിവസങ്ങൾക്കകം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകാൻ മാത്രമേ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് സാധിക്കുകയുള്ളൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരിശോധന നടത്താൻ സാധിക്കുമെങ്കിലും കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നുമില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ ശക്തിപ്പെടുത്താനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടതെന്ന് പൊതുപ്രവർത്തകൻ എബി ഐപ്പ് പറയുന്നു. സംസ്ഥാനത്ത് വിഷബാധയേറ്റ് ആളുകൾ മരിക്കുന്നത് തുടർക്കഥയാവുമ്പോഴും കൃത്യമായ പരിശോധന നടത്തുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇന്ന് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ ഒരു 10 വർഷമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോട് ഒരു ചിറ്റമ്മ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഈ പറയുന്ന FSSAIയുടെ മാനദണ്ഡം അനുസരിച്ച് 1000 ഭക്ഷ്യ സംരംഭകർക്ക് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ജീവനക്കാരെ നിയമിക്കേണ്ടതാണ്. കേരളത്തിൽ ഏകദേശം 4.5 ലക്ഷത്തിന് മുകളിൽ ഭക്ഷ്യ സംരംഭകരുണ്ടെന്നിരിക്കെ നിലവിൽ 170 പേർ മാത്രമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ജീവനക്കാരായിട്ടുള്ളത്. അതിൽ 150 പേർക്ക് മാത്രമാണ് ഈ പറയുന്ന പരിശോധന നടത്തുന്നതിനുള്ള ഒരു സംവിധാനം ഉള്ളത്. അതുതന്നെ ഇവിടെ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഓരോ നിയോജക മണ്ഡലങ്ങളാണ് ഓരോ സർക്കിളുകളായി പരിഗണിച്ച് പരിശോധന നടത്തുന്നത്. ഒരു സർക്കിളിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണുള്ളത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ കൃത്യമായി പരിശോധന നടത്തുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് സാധിക്കാത്തൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു. ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പെടുത്തിയെങ്കിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യ വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ സർക്കാർ കൃത്യമായി നടത്തുകയും ചെയ്യുന്നു. ഭക്ഷ്യസുരക്ഷാ നിയമം വന്നതിന് ശേഷം ഭക്ഷണത്തിൻ്റെ സാമ്പിൾ ഉൾപ്പെടെ ശേഖരിച്ച് നടപടികൾ എടുക്കാനുള്ള അധികാരം ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് മാത്രമാണ്. എന്നാൽ ഇന്ന് ഈ പറയുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ നടത്തുന്ന പരിശോധനയിൽ ഹോട്ടലിൻ്റെ വൃത്തിയും ഉൾപ്പെടെയുള്ള ഈ പറയുന്ന മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാത്രമേ അവർക്ക് നടപടിയെടുക്കാൻ സാധിക്കൂ. അത്തരം സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഭക്ഷ്യവിഷബാധയേറ്റ ആളുകൾ മരിക്കുന്നത് തുടർക്കഥയാകുമ്പോഴും ഒരാളെ പോലും നിയമപരമായി ശിക്ഷിക്കുവാൻ നമുക്ക് സാധിക്കാതെ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പ് നടത്തുന്ന പരിശോധനകൾ കൊണ്ട് മാത്രം പ്രയോജനമില്ലെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കർശനമായ പരിശോധനകളും കൃത്യമായി നടത്തണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദിവസവും 10,000-കണക്കിന് ആളുകളും വാഹനങ്ങളും സഞ്ചരിക്കുന്ന കോട്ടയം MC റോഡിൽ SH മൗണ്ടിന് സമീപം ചൂട്ടുവേലി ജംഗ്ഷനിലെ കുഴി നികത്തണമെന്നാവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധം. വലിയ കിടങ്ങായി മാറിയ കുഴിയിൽ വാഴ നട്ടായിരുന്നു BJP കോട്ടയം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചത്. MC റോഡിലെ ചൂട്ടുവേലി ജംഗ്ഷനിൽ രൂപപ്പെട്ട കുഴി യാത്രക്കാരുടെ പേടി സ്വപ്നമാണ്. റോഡിന്റെ മധ്യഭാഗത്ത് രൂപപ്പെട്ട കുഴി കാരണം വാഹനങ്ങൾ വേഗം കുറയ്ക്കുകയോ എതിർദിശയിലേക്ക് വെട്ടിച്ചു പോകുകയോ ചെയ്യുന്നതിനാൽ ദിവസവും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് കുഴിയടയ്ക്കുന്നതിൽ അധികൃതർ അലംഭാവം കാണിക്കുന്നതായി ആരോപിച്ച് BJP സമരരംഗത്തെത്തിയത്. തിരക്കേറിയ റോഡിൽ കുഴിയുണ്ടായ ഭാഗത്ത് വാഴ നട്ടുകൊണ്ടായിരുന്നു BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ സമരം. കുഴികൾ
BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. ആംബുലൻസുകൾ ഉൾപ്പെടെ ഇവിടെ ബ്ലോക്കിൽ പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കുഴി ഇവിടുത്തെ അശാസ്ത്രീയത ഇത് പണിത കാലത്ത് ആലോചിക്കേണ്ടതാണ്. ഇതിലൂടെ കൃത്യമായി ഓടയുടെ നിർമ്മാണം കൊടുക്കാതെ ഇവിടെ ഇത്തരത്തിൽ പണിത് വെച്ചതിന്റെ പിന്നിലുള്ള ഏതോ വികാരം എന്താണ് എന്ന് പൊതുസമൂഹത്തോട് പറയുവാൻ MLA ഉൾപ്പെടെയുള്ളവർ തയ്യാറാകണം. കാരണം 15 കൊല്ലം അദ്ദേഹം ഇവിടുത്തെ MLA ആണല്ലോ. ഈ MC റോഡിൽ ഇത്രയും വലിയ രീതിയിൽ ഒരു കുഴി ഉണ്ടാകുന്ന സാഹചര്യത്തിന് അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഒരു MLAക്ക്. ഒരു MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു ഫണ്ട് എടുത്തുകൊണ്ട് ഇതിനു വേണ്ടി ചെലവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ലേ? ഒരു താൽക്കാലിക പരിഹാരം ഇതിന് കണ്ടെത്തിക്കൊണ്ട് ഇന്ന് റീചാർജ് ചെയ്യുവാനുള്ള നടപടി സ്വീകരിക്കാൻ സാധിക്കാത്ത MLA പിന്നെ എന്ത് പണിക്കാണ് ഇവിടുന്ന് വിജയിച്ചു പോയിരിക്കുന്നത്? മുകേഷ് VP അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി S രതീഷ്, വൈസ് പ്രസിഡന്റ് അരുൺ മൂലേടം, കുസുമാലയം ബാലകൃഷ്ണൻ, കോട്ടയം നഗരസഭാ കൗൺസിലർ K ശങ്കരൻ, വിനു R മോഹൻ, ദിവ്യ സുജിത്, രേഷ്മ നിഷാദ്, വിമല മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശ്നം പരിഹരിക്കാത്തതിനാൽ തിരക്കേറിയ സമയങ്ങളിൽ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുന്നത് പതിവായി മാറിയതായും ഇവർ ആരോപിച്ചു. കുഴി നികത്താൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും BJP നേതാക്കൾ അറിയിച്ചു. പ്രതിഷേധത്തിനു ശേഷം പോലീസ് എത്തി വാഴ നീക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ റിവർവ്യൂ റോഡ് പദ്ധതി നിലച്ചു. സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാകാൻ 80 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും പദ്ധതി അവതാളത്തിലാണ്. മീനച്ചിലാറിന് തീരത്തുകൂടി ജനറൽ ആശുപത്രി ജംഗ്ഷൻ മുതൽ കൊട്ടാരമറ്റം വരെ തൂണുകളിൽ പാലമായി തീർക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഭൂരിഭാഗവും പൂർത്തിയാക്കിയിട്ടും സ്ഥലം ഏറ്റെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ പാഴ്ച മൂലം പാലാ റിവർവ്യൂ റോഡ് പദ്ധതി നിലയ്ക്കുകയായിരുന്നു. പാലാ ടൗണിൽ മീനച്ചിലാറിന് തീരം വഴിയുള്ള റിവർവ്യൂ റോഡ് കൊട്ടാരമറ്റം വരെ നീട്ടുന്നതായിരുന്നു പദ്ധതി. ഇവിടെ മുതൽ കൊട്ടാരമറ്റം വരെ റോഡ് ദീർഘിപ്പിക്കുന്നതോടെ പാലാ ടൗണിൽ ഏറ്റുമാനൂർ പൂഞ്ഞാർ റോഡിന് പൂർണ്ണമായും മറ്റൊരു സമാന്തരപാത ഉണ്ടാകുകയും കൊട്ടാരമറ്റം മുതൽ ആശുപത്രി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് പൂർണ്ണമായും വൺ വേ സംവിധാനത്തിൽ വാഹനങ്ങൾ കടത്തിവിടാനും സാധിക്കുമായിരുന്നു. റോഡിന് ബജറ്റിൽ തുക അനുവദിച്ചതോടെ വീണ്ടും പ്രതീക്ഷ വയ്ക്കുകയാണ്. നിർമ്മാണം അവശേഷിക്കുന്ന സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണം നടത്തുന്നതിന് 80 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പാലാ വലിയ പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനുണ്ടായ പാളിച്ചയാണ് നിർമ്മാണം നിലയ്ക്കുവാൻ കാരണം. റവന്യൂ ഭൂമിയാണെന്ന് കണക്കാക്കി ഏറ്റെടുക്കാതെ നിർമ്മാണം നടത്തിയപ്പോൾ സ്ഥലമുടമ എതിർപ്പുമായി എത്തുകയായിരുന്നു. ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് നടപടികൾ പൂർത്തിയായെങ്കിൽ മാത്രമേ നിർമ്മാണം തുടരുവാൻ സാധിക്കൂ. വലിയ പാലത്തിനോട് ചേർന്ന ഭാഗത്ത് മേൽത്തട്ട് വാർക്കുവാനുണ്ട്. പാലത്തിന്റെ ഇനിയും വാർക്കുവാനുള്ള ഭാഗത്ത് ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. കൊട്ടാരമറ്റം ഭാഗത്ത് 200 മീറ്റർ നീളത്തിൽ അനുബന്ധ റോഡും തീർക്കേണ്ടതുണ്ട്. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും നാളെ തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകുമെന്നും മാണി സി കാപ്പൻ MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം ജില്ലയിൽ പനിബാധിതരുടെ എണ്ണത്തിൽ വർധന. സർക്കാർ ആശുപത്രികളിൽ പനി ക്ലിനിക്കുകൾ ആരംഭിച്ചു. കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതായി ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. കാലാവസ്ഥാ വ്യതിയാനവും ഇടയ്ക്കിടെയുള്ള മഴയും കൊതുകുകളുടെ പ്രജനനത്തിന് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചതോടെ വൈറൽ പനി, ഡെങ്കിപ്പനി, എലിപ്പനി മുതലായ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിൽ പനി ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും പനി ലക്ഷണങ്ങളുമായി എത്തുന്നവരുടെ എണ്ണം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചതായി അധികൃതർ അറിയിച്ചു. പനി, ചുമ, തൊണ്ടവേദന, ശരീരവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. രോഗവ്യാപനം തടയുന്നതിനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. വീടുകളുടെയും പരിസരങ്ങളുടെയും ശുചിത്വം ഉറപ്പാക്കുക, വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക, പൊതുനശീകരണ നടപടികൾ സ്വീകരിക്കുക എന്നിവയിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. സ്വന്തമായി കുരുമുളക് ചെടി വികസിപ്പിച്ചെടുത്ത് വിൽപ്പന നടത്തുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഒരു പരമ്പരാഗത കൃഷിക്കാരനെ ഇനി പരിചയപ്പെടാം. ഇളംകുളം ചീരാങ്കുഴി നഴ്സറി ഉടമ കുരുവിളയാണ് ചീരാങ്കുഴി കുരുമുളക് തൈകൾ വികസിപ്പിച്ചെടുത്തത്. കരിമുണ്ട, വെള്ളനാമ്പൻ, നാരായക്കൊടി എന്നിവയുടെ സങ്കരമിശ്രിതമായ കുരുമുളക് ചെടി വികസിപ്പിച്ചെടുത്ത് ശ്രദ്ധ നേടി കുരുവിള ചീരാങ്കുഴി. ഇദ്ദേഹത്തിന്റെ പുരയിടത്തിലെ നിറക്കാഴ്ചയാണ് ഈ കുരുമുളക് ചെടികൾ. ഇളംകുളം ചീരാങ്കുഴി നഴ്സറിയിൽ ഇവയുടെ തൈകൾ ലഭിക്കും. പരമ്പരാഗത കൃഷിക്കാരനായ കുരുവിള ചീരാങ്കുഴിയാണ് കഴിഞ്ഞ 5 വർഷമായി കുരുമുളക് കൃഷി നടത്തുന്നത്. 71 വയസ്സിലും രാവിലെ മുതൽ കൃഷിയിടത്തിലാണ് ഇദ്ദേഹം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകൾക്ക് പുറമെ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കർഷകർ എത്തി കുരുമുളക് തൈകൾ വാങ്ങുന്നു. ഇതിനോടകം 1 ലക്ഷത്തിലധികം തൈകൾ വിൽപ്പന നടത്തി. ചീരാങ്കുഴി കുരുമുളക് എന്നുള്ള പേരിലുള്ള കൂടിയാണ് അത്. ഇപ്പം ചീരാങ്കുഴി ഫസ്റ്റ് ആയിരുന്നു, സെക്കൻഡ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് പരീക്ഷണാർത്ഥം. അവരുടെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം വിതരണം നടത്താൻ. ഫസ്റ്റ് ഇപ്പം കേരളം മുഴുവനും കർണാടകം നടത്താണ്ടം തൊട്ട് ഇങ്ങോട്ട് കാസർഗോഡ് വരെ പൊക്കോണ്ടായിരിക്കുന്നത്. കാസർഗോഡിൽ നിന്ന് വിളി നന്നായിട്ട് വരുന്നുണ്ട്. നല്ല രീതിയിൽ അത് പൊക്കോണ്ടിരിക്കുന്നു. അത് ഇതുവരെ കേടോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. കൊടിക്ക് കേടുണ്ടാകിയെന്ന് ആരും പറഞ്ഞാലും
അറിയാതൊന്നും പറയത്തില്ല. എന്നാലും ഇതുവരെ 5 വർഷമായിട്ട് ഒരു കുഴപ്പവും കാണാതെ കൂടി പോകുന്നുണ്ട്. നല്ല വിളവും കിട്ടുന്നതുള്ളതുകൊണ്ട് ആൾക്കാർ കൊണ്ടുപോകുന്നവർ ഈ കൊടിക്കൃഷി ലാഭകരമാണോ ഇപ്പോൾ? ലാഭകരമെന്ന് ചോദിച്ചാൽ പണിക്കാർ കിട്ടുകയാണെങ്കിൽ ലാഭകരമാണ്. കുരുമുളക് ചെടി കൂടാതെ താങ്ങുകാലായ പയ്യാനിയും 25 രൂപ നിരക്കിൽ വിൽപ്പന നടത്തുന്നുണ്ട്. മീൻ വളർത്തൽ, ചേന, ചേമ്പ്, കാച്ചിൽ, റംബൂട്ടാൻ തുടങ്ങിയ കൃഷികളും ഇദ്ദേഹത്തിനുണ്ട്. ഇളകുളം കൃഷി ഓഫീസർ പ്രവീൺ, അലക്സ് ജെ റോയ് എന്നിവർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഇദ്ദേഹത്തിനൊപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിൽ 4 പേർ പാമ്പാടി ചേന്നമ്പള്ളിയിൽ എക്സൈസ് സംഘം പിടികൂടി. വാഴൂർ ചാമമ്പതാൽ നരിക്കാട്ട് ഹെയിൻസ് റജി, വാഴൂർ പൊത്തൻപ്ലാക്കൽ വീട്ടിൽ മീനാക്ഷി മനോജ്, പൊൻകുന്നം കോയിപ്പള്ളിയിൽ വീട്ടിൽ അമൃത വിനോദ്, ആനിക്കാട് തടത്തിൽ നോയൽ മാത്യു മനോജ് എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. പാമ്പാടി എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ ഗോകുൽ ലാലും സംഘവും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിൽ പങ്കാളികളായി കടനാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളും കുട്ടികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലി നടത്തി. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കടനാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണം വളർത്തുന്നതിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തോടെ ഫ്ലാഷ് മോബ്, തെരുവ് നാടകം, സൈക്കിൾ റാലി, ലഹരിവിരുദ്ധ പ്രതിജ്ഞ, പോസ്റ്റർ രചന, പ്രസംഗം, ചിത്രരചന, ഉപന്യാസരചന മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു. മിൽഗാവ് SI രാജീവ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. സ്കൂൾ ഹെഡ് മാസ്റ്റർ അജി വിജയ് സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും PTA പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടന്ന പരിപാടികൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, പാല. കേരള വെളുത്തെഴുത്ത് നായർ സമുദായമടക്കം മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട മുഴുവൻ സമുദായങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് OEC ആനുകൂല്യങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള വാർഷിക വരുമാന പരിധി പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് വെളുത്തെഴുത്ത് നായർ സമാജ സംസ്ഥാനം പ്രസിഡന്റ് ES രാധാകൃഷ്ണൻ. പള്ളിക്കത്തോട്ടിൽ നടന്ന ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് P ശിവദാസ് അധ്യക്ഷനായി. പള്ളിക്കത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നൻ വെള്ളാപ്പള്ളി, രക്ഷാധികാരി TG ഗോപാലകൃഷ്ണൻ നായർ, സംസ്ഥാന സെക്രട്ടറിമാരായ TN മുരളീധരൻ നായർ, ദീപ്തി സജീവ്, പഞ്ചായത്ത് അംഗം KS ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭക്ഷ്യവിഷബാധ പരിശോധനകൾക്ക് ഏകോപനമില്ല, കുറ്റക്കാർക്കെതിരെ നടപടിയുമില്ലെന്ന് ആക്ഷേപം. MC റോഡിൽ SH മൗണ്ടിന് സമീപം ചൂട്ടുവേലി ജംഗ്ഷനിൽ റോഡിൽ വലിയ കുഴി, നടപടിയില്ല. BJPയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ വെച്ചു. പാലാ റിവർവ്യൂ റോഡ് പണി നിലച്ചു, ബജറ്റിൽ തുക വകയിരുത്തിയെങ്കിലും തുടർ നടപടിയില്ല. കോട്ടയം ജില്ലയിൽ പനി പടരുന്നു, സർക്കാർ ആശുപത്രികളിൽ പനി ക്ലിനിക്കുകൾ തുടങ്ങി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.